ഏറ്റവും വലിയ ഐക്യയിലേക്ക് എല്ലാവർക്കും വെൽക്കം. പ്രിയ എല്ലാം ഓർഡർ ചെയ്തു, പക്ഷെ ഇരിക്കുന്നത് ഏതോ ഷോപ്പിംഗ് കാർട്ടിലിരുന്ന ഒരു സൗകര്യമില്ല. വേറൊരു ഗുഡ് ന്യൂസ് എന്താണെന്നറിയോ? ഐക്യ ക്ലോസിംഗ് എത്ര മണിക്കാ? 12 മണിക്ക് രാത്രി. ഒരെണ്ണം ടേസ്റ്റ് ചെയ്യല്ലേ പ്ലീസ് 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 പ്ലീസ്. എന്ത് ഭംഗിയാ നോക്കി, എനിക്കിത് കാണുമ്പോഴുണ്ടല്ലോ ഇങ്ങനെ എന്നെ പൊക്കി എടുത്തിട്ട് നമ്മുടെ വീട്ടിൽ കൊണ്ടേ വെക്കാൻ തോന്നുന്നു. ക്രിബിന്റെ താഴെ നോക്കി, അത് കൊള്ളാല്ലേ? ഈ നമ്മൾ പാമ്പേഴ്സ് ഒക്കെ വെക്കണെങ്കിലേ ഹായ് കൈ വെള്ള ടൈപ്പ് ഹോൾഡർ എന്ത് വേണമെങ്കിലും തൂക്കിയിടാം. അപ്പൊ പ്രിയ ഇൻട്രോ പറഞ്ഞോളൂ. ഹായ് ഗായ്സ്, വെൽക്കം ടു a ന്യൂ വ്ലോഗ്. ഇന്ന് നമ്മൾ എവിടെയാ ഈ കളർ കോഡ് കാണുമ്പോഴേ ഒരു ഐഡിയ കിട്ടുമല്ലോ. അത് നമ്മൾ സ്വിറ്റ്സർലൻഡിന് തിരിച്ചെത്തി. ഞാൻ കഥ പറയട്ടെ. സ്വിറ്റ്സർലൻഡിന് തിരിച്ചെത്തി. ഇന്ന് ഒരു ദിവസം കൂടെ മോസ്കോയിലുണ്ട്. നാളെ നമ്മൾ വേറൊരു കിടിലൻ സ്ഥലത്തേക്ക് പോവുകയാണ്. ആ ഒരു ദിവസം കുറച്ച് സമയമുള്ളത് കണ്ണിൽ ഈ മാച്ച് സ്റ്റിക്കൊക്കെ ഇത് വെക്കില്ലേ ടോം ആൻഡ് ജെറിയിൽ, അങ്ങനെ വെച്ചില്ലെങ്കിൽ കണ്ണടഞ്ഞു പോകും. പക്ഷെ എന്നിട്ടും നമുക്ക് ഒരു സ്ഥലം മിസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ദേ കാണുന്നു. എവിടെയാ? ഐക്യയുടെ ഫ്ലാഗ്ഷിപ്പ് സ്റ്റോറാണ്. ഏറ്റവും വലിയ സ്റ്റോർ ഇൻ റഷ്യ. പ്ലസ് റഷ്യൻസ് ആബ്സല്യൂട്ട്ലി ലവ് ഐക്യ. അവർക്ക് ഇവിടുത്തെ ഈ ഐക്യയുടെ സസ്റ്റൈനബിൾ ലിവിങ്ങും ലോ കോസ്റ്റും ഡിസൈനും എല്ലാം കൊണ്ടും ഭയങ്കര പോപ്പുലറാണ്. ഏകദേശം 10-12 മോസ്കോയിൽ തന്നെ ഉണ്ടെന്ന് തോന്നുന്നത് ഐക്യ. അതിലെ ഏറ്റവും വലിയ ഐക്യ സ്റ്റോറിൽ വന്നിരിക്കുന്നത്. എവിടുന്നാ തുടങ്ങേണ്ടത് എന്താണെന്നൊന്നും അറിയില്ല. അകത്ത് കയറുമ്പോൾ കാണാം. അപ്പോൾ റഷ്യയിലെ ഫ്ലാഗ്ഷിപ്പ് അപ്പോൾ റഷ്യയിലെ ഏറ്റവും വലിയ ഐക്യയിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഇപ്പൊ ബോംബെയിലെ ഐക്യ നിങ്ങൾ കണ്ടല്ലോ, ഇനി റഷ്യന്റെ ഐക്യ എങ്ങനെ ഇരിക്കുന്നത് നമുക്ക് നോക്കാം. ഞാനും ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്, എക്സൈറ്റഡ് ആണ്. എന്തെങ്കിലും വാങ്ങുമെന്ന് അറിയില്ല, കൊണ്ടുപോകാൻ പറ്റുമോന്ന് അറിയില്ല. നല്ല ഫുഡ് കിട്ടും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പൊ എല്ലാം കൂടെ ആയിട്ട് നമുക്ക് തുടങ്ങാം. ഒരു കൊച്ചു വലിയ ബേറൊക്കെ ആയിട്ട് പോകുന്നു. നന്നായി വേദം ഉറങ്ങി. അതിപ്പോ എഴുന്നേറ്റോളും. ടോയ് സെക്ഷൻ ആകുമ്പോൾ കറക്റ്റ് ആയിട്ട് എഴുന്നേക്കും. അങ്ങനെ വലതുകാല് വെച്ച് എന്നെ കയറി പറയാ. റഷ്യ ഐക്യ നമ്മുടെ ഒരു ഫേവറേറ്റ് ഷോപ്പാണ്. കേറിക്കോ. ഓക്കെ പ്രിയ, റെസ്റ്റോറൻറ്റ് ക്ലോസ്ഡ്. ഇരുന്ന് കഴിക്കാൻ പറ്റില്ല. എൻ്റെ മീറ്റ് ബോൾസ് പോയി. എനിക്ക് ഇവിടുത്തെ മീറ്റ് ബോൾസ് കഴിക്കണമായിരുന്നു. അത് മുകളിലേ ഉള്ളൂ, അല്ലാതെ വേറെ എന്തോ. ഇവിടെ ഇപ്പോൾ ഉള്ളതൊക്കെ വാങ്ങി ഇവിടെ നിന്ന് കഴിച്ചിട്ട് അങ്ങോട്ട് തുടങ്ങാം. വേറൊരു ഗുഡ് ന്യൂസ് എന്താണെന്നറിയോ? ഐക്യ ക്ലോസിംഗ് എത്ര മണിക്കാ? 12 മണിക്ക് രാത്രി. അപ്പൊ എനിക്കൊന്ന് 2 വ്ളോഗ് കാണുമെന്ന് എനിക്ക് തോന്നുന്നേ. നമ്മൾ മാക്സിമം ഒരു വ്ളോഗിൽ കാണിക്കാൻ നോക്കാം. പക്ഷെ വലിച്ചു നീട്ടി നമുക്ക് ഒരു വ്ളോഗ് ചെയ്യുന്ന കാട്ടി ബെറ്റർ 2 ഷോർട്ട് ആൻഡ് ക്രിസ്പ് വ്ളോഗ് ചെയ്യുന്നതായിരിക്കും. നോക്കാം എങ്ങനെയാ, നമുക്ക് ഒരു ഐഡിയ ഇല്ല. സ്റ്റാർട്ടിങ് എല്ലാം കാണിക്കാൻ പറ്റില്ല. നോക്കാം, ഒരു ഐഡിയ ഇല്ല. കാണിക്കേണ്ടി വരും. എന്തായാലും ഫുഡിൽ തുടങ്ങാം. ഞാൻ വാങ്ങിയിട്ട് വരാം. എന്താ ചെയ്യുന്നത്? ഞാൻ ഇവിടുന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നോക്കുക. അവിടെ പോയാലേ തിരക്കായിരിക്കും. വേഗം വേഗം ഓർഡർ ചെയ്യണം. ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോവാ. മെനുവിനുള്ള അവിടെ കാണുന്ന എല്ലാം ഓർഡർ ചെയ്യാൻ പോവാ. എല്ലാം ഓർഡർ ചെയ്യാം. എല്ലാം ഓർഡർ ചെയ്യാൻ പോവാം. അവിടെ 5-6 ഐറ്റം ഉള്ളൂ. എന്തായാലും എനിക്ക് അറിയാലോ കുറച്ച് ആക്രാന്തം കൂടുതലാണ്. ഐസ്ക്രീം ഒഴികെ എല്ലാം ഓർഡർ ചെയ്യാം. ഐസ്ക്രീം മെൽറ്റ് ട്രാൻസ്ലേറ്റ് എടുത്തിട്ടേ സമയം എടുക്കുന്നു. പ്രിയ എല്ലാം ഓർഡർ ചെയ്തു, പക്ഷെ ഇരിക്കുന്നത് ഏതോ ഷോപ്പിംഗ് കാർട്ടിലിരുന്ന ഒരു സൗകര്യമില്ല. ആദ്യം തന്നെ നല്ല പ്രോൺസ് ആണ്. എന്തോ ബട്ടർ ഗാർലിക് പ്രോൺസ് ആണ്. കൊള്ളാമോ? കോഫി ഉണ്ട്, മഫിൻസ് ഉണ്ട്, മീറ്റ് ബോൾസ് ഉണ്ട്. ഇത് ഹോട്ട് ഡോഗ് ആണ്. എല്ലാം കാണിച്ചു തരും കേട്ടോ. നിങ്ങൾ പാട് വെട്ടാണെങ്കിലും എങ്ങനെയെങ്കിലും കഴിക്കുന്ന കാണിച്ചു തന്നിരിക്കും. അതെ, ഏത് ഉറക്കമാണ്. ക്രീമി ബട്ടറി പ്രോൺസ്, ലൈറ്റ്ലി ഹെർബ്ഡ്, നോ സ്പൈസസ് അല്ലേ. ഭയങ്കര ഒരു പ്രോൺസിൻ്റെ ഒരു കുറച്ചൊരു ഉണക്ക ചെമ്മീൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ട്. പക്ഷെ നല്ല ഫ്രഷ് പ്രോൺസിൻ്റെയും ടേസ്റ്റ് ഉണ്ട്. അതങ്ങനെ 2 ടേസ്റ്റ് ഒരു പ്രോൺസിന് വരുന്നത്. പ്രിയ ഭയങ്കര പുള്ളി. ഒറ്റയടിക്ക് ഞാൻ 3 തീർത്തുള്ളൂ. പ്രിയ ഫുൾ തീരാറായി. അടിപൊളി അല്ലേ? സൂപ്പർ. ആ പ്രോൺസിന്റെ ഫ്ലേവർ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. വേറെ ഒന്നും ഇല്ലല്ലോ. ഇതൊരു 10 എണ്ണം കഴിക്കാമായിരുന്നല്ലേ പ്രിയ?
അടിപൊളി. ഇനി അടുത്ത് തുറക്കട്ടെ. ഐക്യയിലെ വേൾഡ് ഫേമസ് മീറ്റ് ബോൾ പ്രിയ കഴിച്ചു. കൊള്ളാവോ? എനിക്ക് അവരുടെ ബീഫാണ് ഇഷ്ടം. ഇത് ചിക്കനാന്ന് തോന്നുന്നു. കുഴപ്പമില്ല, നോക്കട്ടെ. ആ മതി, കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ കഴിച്ചോളാം. ഐക്യയിലെ മീറ്റ് ബോൾ അതും അടിപൊളി. കണ്ടെത്തൊന്നും ഭയങ്കര ഡ്രൈ ആണ്, ഒരു ഫ്ലേവറും ഇല്ലാന്ന്. പക്ഷെ അടിപൊളി ഫ്ലേവറാണ്, ഒട്ടും ഡ്രൈ അല്ല. ഫുൾ ചിക്കൻ അകത്ത് എനിക്കൊന്ന് വളരെ ലൈറ്റ്ലി സ്പൈസ്ഡ് ആയതും, ഒട്ടും സ്പൈസി അല്ല കേട്ടോ. എനിക്കൊന്ന് പെപ്പറും ലൈറ്റായിട്ട് കുറച്ച് സോൾട്ടും കുറച്ച് അണിയൻസും അതൊക്കെ മാത്രമേ ഉള്ളൂ. വണ്ടർഫുൾ ഫുഡ്. ഐക്യയിൽ എപ്പോഴും സ്റ്റാൻഡേർഡ് ഫുഡാണ്. ഓ, പ്രിയ എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. ഇനി ബേക്കൺ ഹാം ചീസ് ഗാർലിക് ബ്രെഡ്. ഇത് കാണുമ്പോൾ തന്നെ അറിയാലോ അടിപൊളിയായിരിക്കുന്നത്. കഴിക്കും പ്രിയ. എന്താ കോമ്പറ്റീഷൻ ആണോ? എന്ത് എല്ലാം ട്രൈ ചെയ്യണ്ടേ? അല്ല, എന്നിട്ടാണ് എനിക്ക് കഴിക്കുന്നത്. അതാ നല്ല ചൂട് ആണോ? സൂപ്പറാ. ചൂടായതുകൊണ്ട് നല്ല ക്രിസ്പി. ആദ്യമേ തന്നെ ഭയങ്കര ബട്ടറി സ്മെൽ. ഇത്രയും ചീസ് ഉണ്ടെങ്കിലും ആ ബ്രെഡ് ബേക്ക് ടു ദ ക്രിസ്പ്, പെർഫെക്റ്റ്ലി ബേക്ക്. റഷ്യൻസിന്റെ ബേക്കിംഗ് ഇസ് ഔട്ട്സ്റ്റാൻഡിങ്. എൻ്റെ മുകളിലത്തെ ലെയേഴ്സ് ഒക്കെ കണ്ട ചീസും ഹാമും ലൈറ്റായിട്ട് പാസ്ലിയും. ഈ അടിയിൽ ടോസ്റ്റഡ് ആയതുകൊണ്ട് നല്ല ക്രിസ്പിനെസ്. ബ്രെഡ് സോ സോഫ്റ്റ്. ആ ബ്രെഡിൽ ഗാർലിക് ബട്ടർ ഇൻഫ്യൂസ് ചെയ്തൊരു ഫ്ലേവറാണ്. ആൻഡ് മുകളിൽ സം എക്സ്ട്രീംലി ഗുഡ് ക്വാളിറ്റി ചീസ്. മൊസറല്ല അല്ല, മൊസറല്ല ആണെങ്കിൽ ഭയങ്കര ബ്ലാൻഡ് അല്ലേ. ഇതേതോ കുറച്ചും കൂടെ സോൾട്ടി ആയിട്ടുള്ള ചീസാണ്. അതിൻ്റെ കൂടെ നല്ല ഹാം പീസസും. വണ്ടർഫുൾ. ഈ ബ്രെഡ് തന്നെ ഫ്രഷ്ലി ബേക്ക്ഡ് ആണെങ്കിൽ ബാക്കി എല്ലാം നല്ലതായിരിക്കും. അയ്യോ, ഇതെന്താ അവർ 4 തന്നെ? ഞാൻ 2 ഓർഡർ ചെയ്തത്. ദില്ലുവിന്റെ സൈസ് നോക്കിയിട്ട് തന്നായിരിക്കും. ഒന്നുമല്ല, 2 ഒരു കാര്യം ചെയ്യും. ദില്ലുയുടെ ആക്രാന്തം കണ്ടിട്ട് തന്നതായിരിക്കും. 2 പാക്ക് ചെയ്യും. ഒരെണ്ണം യു ഈറ്റ്, ഒരെണ്ണം ഐ ലീവ്. I cannot eat, I'm full. ഒന്ന് ട്രൈ ചെയ്യും. ഒരെണ്ണം ടേസ്റ്റ് ചെയ്യല്ലേ? പ്ലീസ് 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 പ്ലീസ്. എനിക്ക് എന്തെങ്കിലും വാങ്ങിച്ചു തരുമോ? എന്ത്? അതല്ലേ ഇപ്പൊ വാങ്ങി തന്നെ. ഇത്രയില്ലേ? ഭീഷണിയാണ്, ഭീഷണി. ഒന്നുമില്ല, നല്ല സോഫ്റ്റ് ബണ്ണും ജസ്റ്റ് ഒരു സോസേജും. ഇതിൻ്റെ ബ്രെഡ് കുറച്ച് ഡ്രൈ ആണ്. സോസേജ് ഇസ് റിയലി ഗുഡ്. എന്തെങ്കിലും ഒരു മസ്റ്റേർഡോ കെച്ചപ്പ് എന്തെങ്കിലും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. പ്രിയ ഹോട്ട് ഡോഗ് കഴിച്ചില്ല. അതെ, വേദുവിന്റെ പ്രാം തടി വെച്ചിട്ടുണ്ട്. അത് ഇനി വിശക്കുമ്പോൾ കുറച്ച് ഇനി കഴിക്കാം. വൈകുന്നേരം ഓൾറെഡി വൈകുന്നേരമായി. ഇത് കഴിക്കാൻ വേണ്ടി ഞാൻ അത് കഴിക്കാത്ത. പഫിന്റെ സൈസ് നോക്ക്. ലൈക്ക് എ ഫ്ലവർ. ഞാൻ കഴിക്കുന്നില്ല, എനിക്ക് ഒരെണ്ണമുണ്ട്, അതേ പിന്നെ കഴിക്കാം. അപ്പൊ റിവ്യൂ പറഞ്ഞേക്ക്. കണ്ട ഭയങ്കര ഡ്രൈ ആയിട്ട് തോന്നല്ലോ. അല്ല, ബട്ടർ ചെയ്യാം. കയ്യിലൊക്കെ ബട്ടർ. ഇനി ഫുൾ എനർജി ആയിരിക്കും അല്ലേ? ഫുൾ എനർജി ആയിരിക്കില്ലേ? പറന്ന് കിടക്കുവോ? അതെ, മഫിനും യുവർ ഡ്രസ് ഒരേ കളർ. ബാങ്കോക്ക് ഫാഷൻ അല്ല, ഇപ്പൊ വാങ്ങിയതല്ലേ? എഴുന്നേറ്റിട്ട് പറയാം. പ്രിയ, ഫുഡൊക്കെ കഴിഞ്ഞ് ഷോപ്പിംഗ് തുടങ്ങാൻ പോവാണ്. അതിന് മുമ്പേ ആപ്പിൾ ഫുഡിൻ്റെ ഒരു ഫ്ലേവറുള്ള തന്നെ സാനിറ്റൈസറാണ്. ഇപ്പോഴേ അലോവേരയുടെ അവർ പുതിയ സാനിറ്റൈസർ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ നമ്മളവിടെ ഇവിടെ എത്തിയപ്പോഴാണ് അത് ഇറങ്ങിയത്. അപ്പോൾ എന്തായാലും നമ്മൾ ട്രൈ ചെയ്യുന്നതായിരിക്കും. നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് അപ്പോൾ നിങ്ങളിനി അലോവേരയുടെ ഹാൻഡ് സാനിറ്റൈസർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങൾ അറിയിക്കുക എങ്ങനെയുണ്ടെന്ന്. ഇത് ഗ്രീൻ ആപ്പിളിൻ്റെ ആണ്. ആൻഡ് എല്ലാ ഹീലിൻ്റെ പ്രോഡക്ട്സിനും ഹീലിൻ്റെ വെബ്സൈറ്റിൽ പോയി OHF30 എന്ന് പറഞ്ഞ കൂപ്പൺ കോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ 30% ഓഫ് കിട്ടും. സ്പൈറലീനെയും വൈറ്റമിൻ സി ഒന്നും വാങ്ങാതെ എപ്പോഴും വാങ്ങുക. കാരണം അതാണ് ഞങ്ങൾ ഇപ്പോഴും ഇതുപോലെയുള്ള എന്താ പയറ് പോലെ നടക്കുന്നതിൻ്റെ കാരണം എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സോ ഓൾവേസ് ഹാവ് യുവർ ഗുഡ് സപ്ലിമെൻറ്റ്സ് ഓൾസോ. ഓ പ്രിയ, തുടങ്ങിയില്ലേ ഐക്യയുടെ റഷ്യയുടെ വീട്. അപ്പോൾ റഷ്യയുടെ ആൾക്കാരുടെ വീടിന്റെ ഡിസൈൻ എങ്ങനെയാന്ന് നമുക്കൊരു ഐഡിയ കിട്ടും. നോക്കാം. എന്ത് ഭംഗിയാ നോക്കി. എനിക്കിത് കാണുമ്പോഴുണ്ടല്ലോ ഇങ്ങനെ എന്നെ പൊക്കി എടുത്തിട്ട് നമ്മൾ വീട്ടിൽ കൊണ്ടേ വെക്കാൻ തോന്നുന്നുണ്ട്. ഇതൊക്കെ വളരെ സിമ്പിൾ ആണ്. ഇത് ആക്ച്വലി ഒരു കിച്ചൺ ആണ്.
കൗണ്ടർ ടോപ്പ്, ഇൻഡക്ഷൻ സ്റ്റൗവ്, അവിടെ ഒരു വാഷ് ബേസിൻ, ചിമ്മിനി. കാരണം ഇങ്ങനത്തെ ചെറിയ സാധനങ്ങളാണ് ഈ ഒരു സാധാരണ സെറ്റപ്പിന് ഭംഗി കൊടുക്കുന്നത് അല്ലേ? ഓ അത് കൊള്ളാം. ഫോട്ടോ ഫ്രെയിംസ്, ക്ലോക്ക്. എനിക്കെന്താ ഐക്യയുടെ ഏറ്റവും ഇഷ്ടം എന്നറിയോ, എല്ലാം നമുക്ക് വാങ്ങാം. ചില ഇപ്പൊ ഫ്ലാറ്റ്സ് ഒക്കെ അല്ല ഞാൻ പറഞ്ഞ ചിലവരൊക്കെ വെറുതെ ഡിസൈന് വേണ്ടി മാത്രം വെക്കും, സെയിലിനായിരിക്കില്ല. ഇവിടെ എല്ലാ സെയിലിനാ അല്ലേ? അടിപൊളി. ഓ ഇത് കൊള്ളാമല്ലോ. ബെഡ്റൂമിന് കേർട്ടൻ പ്രിയ, അത് കൊള്ളാലോ. This time I'm telling you ദില്ലു, ലാസ്റ്റ് ടൈം അവിടെ പോയപ്പോ നമ്മൾ വാങ്ങിയില്ല. ചെടി ഞാൻ ഉറപ്പായിട്ട് വാങ്ങും. ചെടി വാങ്ങിക്കോ, 500 രൂപ കാണുള്ളൂ. ഒരു എക്സസ് കിലോയ്ക്ക് 1500 രൂപ ഫ്ലൈറ്റില്, അതും കൊടുത്തോ. ചെടിക്ക് വെയിറ്റ് ഇല്ലല്ലോ. ആ ചെടിയോ? ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചു. അകത്ത് വെക്കുന്ന ചെടി, അകത്ത് വെക്കുന്ന ചെടി വാങ്ങിച്ചില്ല, അതുകൊണ്ട് അങ്ങനെ തന്നെ വീട്ടിലിരിക്കുന്നത്. ഓക്കെ ഓക്കെ. ഇതൊന്ന് കേർട്ടൻ ഒന്ന് വലിച്ചിട്ട്, ഞാൻ ആദ്യമായിട്ട് അങ്ങനെ കാണുന്നത്. കേർട്ടൻ തന്നെ കേർട്ടൻ ഹോൾഡർ ഉണ്ട്. നൈസ് നോ? എന്നിട്ട് തുറന്നേ. ഓ വാഹോ സൂപ്പർ. ആ അതെ ക്രിബ്. വേദമൊക്കെ ഇനി ക്രിബില്, നമ്മൾ നാട്ടിൽ പോകുമ്പോൾ ഇനി വേദിന് ക്രിബിലൊന്നും കേറാൻ പറ്റില്ല. ക്രിബിന്റെ താഴെ നോക്കി ഡ്രോയേഴ്സ്, അത് കൊള്ളാല്ലേ? ഈ നമ്മൾ പാമ്പേഴ്സ് ഒക്കെ വെക്കണെങ്കിലേ, അതെ അടിപൊളി അല്ലേ? പാമ്പേഴ്സ് പെട്ടെന്നൊക്കെ എടുക്കണമെങ്കിൽ ഇതൊക്കെ കണ്ട് നമ്മുടെ ഓഡിയൻസിന് എന്തെങ്കിലും ഐഡിയ ആണ്. ഒരുപാട് ഇന്റീരിയർ ഡിസൈനേഴ്സ് ഒക്കെ കാണുന്നുണ്ടല്ലോ. കാർപ്പൻറ്ററെ വെച്ച് ചെയ്യും. പക്ഷെ ഐക്യയുടെ റേറ്റിൽ ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല. നമ്മൾ വിചാരിക്കും നമ്മൾ ചെയ്യുമ്പോൾ റേറ്റ് കുറയും. ഇത് 14,000. That's worth it അല്ലേ? 14,000 for the crib. നമ്മളവിടെ ലുലുലു നോക്കിയ ക്രിബ് ഇതൊന്നും ഇല്ലാതെ ക്രിബ് മാത്രം 22,000 ആയി. ഇത് അടിപൊളി തടിയാണ്. നല്ല ഡ്രോയർ. And I like this drawer is very, you know, smooth. Yeah. അതുപോലെ തന്നെയാണ് ഇത്. അവിടെ ടേപ്പ് ഒക്കെ ആയിട്ട് അളക്കുന്ന പറയും. മിക്കവാറും അവർ വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ട് പോകാൻ തോന്നുന്നു. നമുക്ക് ഇവിടെ സെറ്റിൽ ചെയ്താലോ? ഫ്ലാറ്റ് വാങ്ങിയല്ലേ, ഒന്ന് ഫർണിഷ് ചെയ്യാലോ. ഫർണിഷ് ചെയ്യാൻ വേണ്ടി ഫ്ലാറ്റ് വാങ്ങി ഇങ്ങോട്ട് സെറ്റിൽ ചെയ്യാം അല്ലേ? ആർക്കെങ്കിലും ഫർണിഷ് ചെയ്യണമെങ്കിൽ എന്നെ വിളിക്കണം, എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആ ഫർണിഷ്. ഓക്കെ, അപ്പൊ റൂം നമ്പർ 1 കഴിഞ്ഞു. പക്ഷെ ബാങ്ക് കാലിയാവുന്നുള്ളൂ. അതെ, എല്ലാം വേണ്ടതും വേണ്ടാത്തൊക്കെ വാങ്ങും. ഇതൊക്കെ നൈസ് ആയിരിക്കും. അതെ, ഇപ്പം ഞാൻ കുറെ ബ്ലാക്കിനെ കണ്ടുവരുന്നുണ്ട്. ഒരു ഇന്റിമേറ്റ് ഫീലിംഗ്. പണ്ട് ആരും ബ്ലാക്ക് ഇന്റീരിയേഴ്സ് ചെയ്യില്ലല്ലോ, ഇപ്പൊ ഒരുപാട് ഞാൻ കണ്ടുവരുന്നുണ്ട്. അതുമാത്രമല്ല ആരും ബ്ലാക്ക് ചെയ്യാറില്ല. ഇത് കണ്ടോ, ഇപ്പൊ വാൾസ് ഒക്കെ ബ്ലാക്ക് ആണെങ്കിലും നല്ല ബ്രൈറ്റ് ലൈറ്റ്സ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. കേർട്ടൻസ് അതുപോലെ തന്നെ ഗ്രേയും ഒരു വൈറ്റും, സോഫ ബ്ലാക്ക്, അടിയിലുള്ള കാർപ്പറ്റ് ബ്ലാക്ക്, ടേബിൾ വൈറ്റ്. അത് മാത്രം ബ്ലാക്ക് അല്ല അല്ലേ? നല്ല രസമുണ്ട്. ഇത് ഇവിടെ കുറെ സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയുള്ള ഫർണിഷിങ് നാട്ടിലെ പോലെ എല്ലാവർക്കും ഇവിടെ വലിയ വലിയ വീടുകളൊന്നും കാണില്ല. അതുമാതിരി എനിക്ക് ആ മറ്റേ മാഗ്നറ്റിന്റെ ഇത് വാങ്ങണം ഇവിടുന്ന്. നൈഫ് മാഗ്നറ്റ് നല്ല രസം. ഞാൻ അതിന്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ കാണിച്ചു. ഐക്യല്ല ഒരു ബാഗും ചെരുപ്പൊക്കെ വെച്ചിരിക്കുന്നു. അത് വിൽക്കാനല്ല എന്ന് തോന്നുന്നു കേട്ടോ. അതിങ്ങനെ കാണിക്കട്ടെ, ഒരു ആംബിയൻസ് കൊണ്ടുവരാനും. ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ ആരും ഇവിടെ താമസിക്കുന്ന പോലെ ഇല്ലേ? തുണി വരെ തൂക്കി. അയ്യോ, അറ്റൻഷൻ ടു ഡീറ്റെയിൽ. ഐക്യയുടെ അറ്റൻഷൻ ടു ഡീറ്റെയിൽ. ക്ലോക്ക് വരെ കണ്ട, ബ്ലാക്ക് ക്ലോക്കാ വെച്ചിരിക്കുന്നത്. ശരിക്കും ഇന്റീരിയർ ഡിസൈനർ ഇല്ലെങ്കിൽ ഇതുമാതിരി നോക്കി വന്ന് സെറ്റ് ചെയ്താൽ മതി. ഞാൻ ഒരു കാര്യം കാണിച്ചു തരട്ടെ. എന്താ ചിരിച്ചോണ്ട് വരുന്നത്? എന്തിന്റെ? പിന്നെ പറയാം. ഇത് കണ്ട, ഇങ്ങനത്തെ ഹോൾഡർ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? കൈയുള്ള ടൈപ്പ് ഹോൾഡർ. എന്ത് വേണമെങ്കിലും തൂക്കിയിടാം. വെറൈറ്റി അല്ലേ? എന്ത് വേണമെങ്കിലും ഇടാം. ഒരു കുട തൂക്കിയിടാം, ഡോറിന് വെളിയിൽ വെക്കാം. ഡ്രസ്സ് ഇടാൻ പറ്റില്ല. ഇങ്ങനത്തെ എന്ത് വേണമെങ്കിലും, ബാഗ്സ്, സ്കൂൾ ബാഗ്, കുട്ടികളുടെ ഒക്കെ നല്ല സാധനം. നോക്ക്, അതാണ് എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ പുതിയത് കണ്ടുകൊണ്ടിരിക്കും. ഇത് നല്ലൊരു ഒരു റൊമാൻറ്റിക് ഫീലിംഗ് അല്ലേ? ഗ്രേ ആൻഡ് ഇത് കണ്ട, ഇവിടുത്തെ ഡ്രസ്സ് വരെ, ബാത്റൂം വരെ സെയിം കളറിലാണ് ചെയ്തിരിക്കുന്നത്. അതെന്താ അറിയോ, ഈ വാൾപേപ്പറിന് മാച്ച് ചെയ്ത് പോകുന്നതാണ് ഈ കൗച്ചിന്റെ ഈ ഷെയ്ഡ്. വേറെ ബ്രൈറ്റ് ഷെയ്ഡ് കൊടുക്കാതെ. എന്താന്ന് പ്രശ്നം എന്നറിയോ, ഇവരുടെ ടെക്നിക്ക് എന്താണെന്ന് അറിയോ പ്രിയ? വലിയ വലിയ സാധനങ്ങൾ ആൾക്കാർ വാങ്ങിയില്ലെങ്കിലും ഇതുപോലത്തെ 99 റുപ്പീസ് ഇങ്ങനത്തെ ഹാങ്ങേഴ്സോ വാങ്ങിക്കൊണ്ട് പോകും, ഉറപ്പാ. ആരും പോകില്ല. ഇത് ചെറിയൊരു സ്റ്റഡി ഏരിയ പോലെയൊക്കെയാണ് പിള്ളേർക്ക് പഠിക്കാൻ. സ്റ്റോറേജ് ഏരിയ, ബ്ലാക്ക് ബോർഡും, യോഗ മാറ്റ്, നല്ല ലൈറ്റ്സും അല്ലേ?
എന്തോരം ഐഡിയാസ് അല്ലേ ഇവിടെ. ഐക്യയുടെ ഡിസൈനേഴ്സിനെ സമ്മതിക്കണം. ഇത് കൂളിംഗ് ഗ്ലാസ് വരെ വെച്ചിരിക്കുന്നു. ഞാൻ നോക്കി മൈന്യൂട്ടസ്റ്റ് വരെ അതും ആ കളറിന് മാച്ച് ആണ്. എനിക്കൊന്ന് അവരെ മാക്സിമം നമ്മളൊരു വീട്ടിൽ കയറി ചെല്ലുന്ന ഫീലിംഗ് കൊടുക്കാനാ. ബാ 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 പ്രിയ, ഇത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു റഷ്യൻ ഫ്ലാറ്റിന്റെ ഒരു രീതിയാണ്. TV, ഹാള്, നൈസ്. ഇങ്ങനത്തെ കൗച്ചും എനിക്ക് ഭയങ്കര ഇഷ്ടം. നേരെ സ്ട്രെയിറ്റ് അല്ലാതെ വേറെ കളർ നോക്കാം. ഇങ്ങനത്തെ കൗച്ച് ഇഷ്ടമല്ലേ? ഒരാൾക്ക് കിടക്കും ചെയ്യാം, അവിടെ ഇരിക്കും ചെയ്യാം, കാല് നീട്ടി. ഇത് ഒരു സ്റ്റോറേജ് ഏരിയ ആൻഡ് കുറച്ച് ഷെൽഫ്സ്, ചെറിയ കിച്ചണിൽ തന്നെ ആയിരിക്കും ഡൈനിങ്. നൈസ് ലൈറ്റ്സ്. ഇപ്പോഴത്തെ ട്രെൻഡ് അല്ലേ എക്സ്പോസ് ലൈറ്റ്സ്. ബ്ലാക്ക് ആൻഡ് ടാപ്പ് നോക്ക്. അതും ബ്ലാക്ക്. ഇവിടെ ഷൂ റാക്ക്, കോട്ട് ഹാങ്ങേഴ്സ്, ബാത്റൂമിലാണ് ഇവിടുത്തെ വാഷിംഗ് മെഷീൻ ഒക്കെ ഞാൻ വെച്ച് കണ്ടിരിക്കുന്നത് കൂടുതൽ. ടോയ്ലറ്റിന്റെ സൈഡിലുള്ള ഒരു എന്തെങ്കിലും നനയ്ക്കാനുള്ള ഡ്രസ്സൊക്കെ ഇടാനാണെങ്കിലായിരിക്കും. വലിയ ടവൽ റാക്ക്. ലൈറ്റ്സ് നോക്ക് പറയാ, കാൻഡിൽസ് പോലെ. പിന്നെ അതെ മിറർ. നല്ലൊരു വലിയ ഫ്ലാറ്റ് അല്ലേ? നല്ല ഡ്രസ്. ഇപ്പൊ കണ്ടല്ലോ എന്റെ ഡ്രസ്. ഇത് ബാങ്ക് ഓഫ് ഫാഷൻ ആണ്. ഇത് ഷെൽഫ്. അയ്യോ, ഇവരെ വിൽക്കാൻ വെച്ചിരിക്കുകയാണോ? ഇതാരാ? ഇത് എനിക്കൊന്ന് റിയാലിറ്റി കൊണ്ടുവരാൻ വേണ്ടിയായിരിക്കും. ഏതോ രണ്ടുപേരും കിടക്കുന്നത്. എനിക്കൊന്ന് റിയാലിറ്റിക്ക് വേണ്ടി ഇവർ ചിലപ്പോൾ ആക്ടേഴ്സ് ആയിരിക്കും അല്ലേ? ടയേർഡായി കണ്ട്. ഇത് പിള്ളേരുടെ ഒരു ഏരിയ, റൂം. ഇതാണെങ്കിൽ ഒരു ടിപ്പിക്കൽ ഒരു മിഡിൽ ക്ലാസിന്റെ റഷ്യൻ ഫ്ലാറ്റ്. ഇത് 2 ബെഡുണ്ട്. അടിയിലൊരു ബെഡ്, മുകളിലൊരു ബെഡ്. ഓ നൈസ്. ഇതില്ലേ ഇതൊക്കെ ഐഡിയാസ് നമുക്ക് എന്തായാലും എടുക്കാം. ഒരു ബോർഡ് ഷെൽഫ്, ഇവിടുന്ന് കേറി മുകളിലേക്ക് കയറാം. ബെഡ്, അടിയിലൊരു ബെഡ് ആൻഡ് ഇവിടെ കുറച്ച് സ്റ്റോറേജ് ഒക്കെ. ഇതിന്റെ അകത്ത് കണ്ടോ തുണിയൊക്കെ തൂക്കാം. ആകെ കൂടി ഇത്രയും സ്ഥലമേ പോകുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ ഈ ഐഡിയ ഒക്കെ നോക്കി ചെയ്തോ. എല്ലാരും കോപ്പി അടിച്ചോ. മേലെ ബോർഡും എഴുതാം. അത് മാത്രല്ല, മേളിലും കുറച്ച് സ്റ്റോറേജ് ഒക്കെ ഉണ്ട്. ആ മേളിൽ ലൈറ്റ് വെച്ചിട്ടുണ്ട്, ഒരു ബെഡ്റൂം ലാമ്പ്. ഇനി കൊച്ചുങ്ങളെ മേളിൽ കയറി പോവാതിരിക്കാൻ വേണ്ടി ഇത് നമുക്ക് ലോക്കും ചെയ്യാം. ഓ അത് കൊള്ളാല്ലേ. എന്തൊക്കെ ഐഡിയാസ് അല്ലേ ഇതൊക്കെ. സ്മോൾ തിങ്സ് അല്ലേ. പിന്നെ ഒരു സാധാരണ സ്റ്റഡി ടേബിളും ഒരു സംഭവം. മൊത്തത്തിൽ 28,000. ഭയങ്കര അഫോർഡബിൾ. നിങ്ങൾ റഷ്യ വന്ന് ഇതൊക്കെ വാങ്ങിക്കൊണ്ട് പോകും. അതല്ല, ഈ പെർഫെക്ഷൻ ഒന്നും കിട്ടില്ല. ആ ഒരു ഫിനിഷിംഗ് കിട്ടില്ല. ഇത്രയും വലിയ കബോർഡിന് 29,000. ഇത്രയും ഡ്രോയേഴ്സ്. അതെ, എത്ര ഡ്രോയേഴ്സ് ആണ് നോക്ക്. ഇതിന്റെ അകത്തൊക്കെ ഉള്ളതിന് വേറെ റേറ്റ് ആണ്. എന്നാലും അല്ലേ ഭയങ്കര ലാഭം. പ്രിയ മമ്മീനെ വീഡിയോ കോൾ ചെയ്തോണ്ടിരിക്കട്ടെ, മമ്മീനെ കുതിപ്പിക്കാനായിട്ട്. മമ്മി ഞങ്ങൾ എവിടെയാന്നറിയോ? മമ്മി പറയാണ് ഞാൻ റഷ്യക്കാരി ആയല്ലോ എന്ന്. നോക്ക് പ്രിയ ഇപ്പൊ പ്രിയയുടെ ഫേവറേറ്റ് ടൈപ്പ് ഒരു സെറ്റിംഗിലാണ് വന്നിരിക്കുന്നത്. വൈറ്റ് ആൻഡ് ക്ലാസി ഉള്ള രീതിയിൽ. വൈറ്റ് കൗച്ചസ്, വൈറ്റ് ടേബിൾ. ഈ ഡൈനിങ് ടേബിൾ സെറ്റിംഗ് ഭയങ്കര ഇഷ്ടമായി. വൈൻ ഗ്ലാസസ്, ഈ അപ്പോളിസ്ട്രി കണ്ട അടിപൊളിയല്ലേ? ഞാൻ കാണിച്ചു കൊടുത്തപ്പോഴേ മമ്മി പറയണേ ഇത് എവിടെയാ നോക്കി അറിയോന്ന്. മമ്മി പറയണേ നിങ്ങൾ ഏതോ ഒരു വീട്ടില് കിച്ചണിലാന്ന് അറിയാന്ന്. അങ്ങനെ തോന്നിക്കാനാണ് അവരിങ്ങനെ ചെയ്യുന്നത്. ഫ്രൂട്ട്സ് വരെ വെച്ചിരിക്കുന്നവര് അടിപൊളിയായിട്ടില്ലേ? ലൈറ്റ്സ് എന്ത് ഭംഗിയാ നോക്കി. കാര്യമൊക്കെ എല്ലായിടത്തും എവ്രിവെയർ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ഇതല്ലേ ഏറ്റവും ഇഷ്ടപ്പെട്ട? I love this white combination, golden color and that beige color and this I love it. ഇത് വാങ്ങണം നമുക്ക് ഗോൾഡൻ ഫോക്ക് ആൻഡ് സ്പൂൺ. പ്ലീസ്. എവിടെയും കണ്ടിട്ടില്ല ഈ ഗോൾഡൻ ഫോക്ക് ആൻഡ് സ്പൂൺ. എവിടെ കിട്ടും നോക്കാം. വലിയ റേറ്റ് ഒന്നും കാണില്ല. ഞാൻ എവിടെയും കണ്ടിട്ടില്ല. നോട്ട് ഈവൻ ഇൻ 5-star ഹോട്ടൽസ്. അല്ല എനിക്കറിയില്ല. ഇത് നമ്മൾ എന്താണെന്നറിയോ ഇവിടെ നല്ല വാങ്ങുന്നത്. ഇത് ഡിസ്പ്ലേ അല്ലേ. ഇനി ഇതിപ്പോ അടി പോയി തപ്പണം. തപ്പാം. കിട്ടിയാ വാങ്ങാം. വാങ്ങാം. ബാ. ക്യാൻഡിൽ സ്റ്റാൻഡ് നല്ലതാ. നമുക്കൊരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറിനൊക്കെ പോണ്ടേ പ്രിയ? എവിടെ ആഗ്രഹിച്ചു വന്നല്ലേ. എനിക്ക് സെറ്റിംഗ്സും ഇഷ്ടമായി. ഇപ്പത്തെ ലേറ്റസ്റ്റ് ആണെന്ന് തോന്നുന്നു. മിക്ക സ്ഥലത്ത് ഞാൻ കാണുന്ന ഇങ്ങനത്തെ വുഡൻ
ഇതാ കാണുന്നത്. പക്ഷെ അപ്പൊ ഇത് വെള്ളം വീഴുമ്പോ കേടാവില്ലേ? നമ്മള് മറ്റേ ആ വീട്ടിൽ താമസിച്ചവരുടെയും വുഡനായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ട്രീറ്റഡ് വുഡ് ആയിരിക്കും, വെള്ളം വീണാലും കേടാവില്ല. സാധാരണ ഇവിടെ മാർബിൾ ഒക്കെ കിച്ചണിൽ ഒരു വെക്കും. അതെ, സാധാരണ മാർബിൾ ഗ്രാനൈറ്റ് അങ്ങനത്തെ അല്ലേ കാണുന്നത്. ഡോറ് ഗേറ്റ് ഒക്കെ ഇല്ലേ, അതുമാതിരി വല്ലതും ആയിരിക്കും. പക്ഷെ വെരി നൈസ്. പ്രിയ, പിങ്ക് ചെയർ അടിപൊളിയായിട്ടില്ലേ മേളിലത്തെ? അടിപൊളി. എനിക്ക് വലിയ ചെയർസ് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഗ്രാൻഡ് ലുക്കാ ഈ പിങ്ക് ചെയർ. ബ്ലൂ നോക്ക്, ബ്ലൂ. ഏത് ബ്ലൂ? ആ, ഇത് മറ്റേ 5 സ്റ്റാർ ഹോട്ടൽസിലൊക്കെ ഉള്ള പോലത്തെ അല്ലേ? അവിടെ നല്ലൊരു കളർഫുൾ കുഷൻ വെച്ചാൽ ഭയങ്കര ഭംഗിയായിരിക്കും. എനിക്ക് ഇതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഈവൻ ഐ ലൈക്ക് ദിസ് യെല്ലോ. ഏത് യെല്ലോ കൊള്ളാല്ലേ? യെല്ലോന്റെ കൂടെ ഇങ്ങനെ എന്തെങ്കിലും കുഷൻ വെച്ചാലും നോക്കൂ. ഇനിയിപ്പോ ഇവിടെ ഇന്ത്യയുടെ ഡിസൈനിന്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടല്ലോ. ഞാനുണ്ടല്ലോ ഇതിനല്ലേ, എനിക്ക് ഇവിടെ ജോലി കിട്ടിയാ മതി. നമുക്ക് അപ്ലൈ ചെയ്തിട്ട് പ്രിയ ഇതിലൊന്ന് ഇരുന്ന് നോക്ക്. എന്താ ഇത്? കൗച്ചാണോ, റിക്ലൈനർ ആണോ, ബെഡ് ആണോ? അല്ല എന്നാലും പക്ഷെ എപ്പോഴും കാല് പൊക്കി നമുക്ക് രണ്ടുപേർക്ക് ഇരിക്കാം. വേദൂനും ഇരിക്കാം. കംഫർട്ടബിൾ. ഹ്യൂജ് ബാഹുബലിയുടെ ചെയർ കംഫർട്ടബിൾ ആണോ? വെരി കംഫർട്ടബിൾ. ആ, ഇങ്ങനെ ഇരുന്ന് ഒരു നല്ല സിനിമയും ഒരു പോപ്കോണും കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ചാരി ഇരുന്ന് സിനിമ ആണ്. ഇത് വലിയ ഷെൽഫാണല്ലോ പ്രിയ. ബാക്കിലേക്ക് പോണം എന്നാലേ കാണൂ, അത്രയും വലിയ ഷെൽഫ്. വാൾപേപ്പർ വന്നോണ്ട് അത് ഭയങ്കര ഭംഗി എടുത്ത് കാണുന്നത്. അല്ല ഷെൽഫ് ടിവി, അല്ല ഷെൽഫ് ടിവി, അപ്പുറത്തെ സൈഡിൽ ക്രോക്കറീസ് ഒക്കെ വെക്കാനും ഇത്രയും വലിയ ഷെൽഫ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ എന്ത് വലിയ വീടായിരിക്കണം ഇത് വെക്കണമെങ്കിൽ. പക്ഷെ ഭംഗി കൊണ്ടുവരുന്ന വാൾപേപ്പർ തന്നെയാ അല്ലേ? അതിന്റെ ഭംഗിയാണ് ഇത് കാണുന്നത്. പിന്നെ ഇപ്പൊ എല്ലാരും ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലേ, ഫോക്കസ് ലൈറ്റ്സ് പോലത്തെ എല്ലാരും ചെയ്യാറുണ്ട് ഇപ്പൊ. എന്നാലേ ആ ഗ്ലാസിന്റെ അകത്തൊക്കെ കൂടെ ആ ഷൈൻ ചെയ്യുള്ളൂ, ഭംഗി അറിയുള്ളൂ. പ്രിയ, ഞാൻ ഡാഡിയുടെ ഡ്രീം റൂം കാണിക്കട്ടെ. ഇത് ഇഷ്ടപ്പെടില്ല ഡാഡിയുടെ ഓഫീസ് റൂം ഇങ്ങനെയാണെങ്കിൽ? ഡാഡിക്ക് ഭയങ്കര ഇഷ്ടം അല്ലേ? ഡാഡിക്ക് ഇഷ്ടംപോലെ ബുക്സ് ഉണ്ട് കേട്ടാ, ലോ ബുക്സ്. അത് വയ്ക്കാനുള്ള ഒരു ഷെൽഫ് മമ്മി എന്തിനോ എടുത്തു. അതും പറഞ്ഞ എന്തൊരു അടിയായിരുന്നു. ഞാൻ എന്റെ ബുക്ക് ഇവിടെ കൊണ്ടേ വെക്കും. എപ്പോഴും ഡാഡി പറയും ഇതെന്തൊരു ക്ലാസ് അല്ലേ. ഡാഡി ഇവിടെയൊക്കെ ഇരുന്ന് അതെ ഇതുവരെ വെച്ചിരിക്കുന്നു പെപ്സി, അതും ഡയറ്റ്. അപ്പൊ ഡാഡിക്ക് കുടിക്കാം. ഒരു ലെതർ ഫിനിഷ് ഉള്ള സംഭവം. അടിപൊളി റൂം കേട്ടാ. ഇങ്ങനെ ആയിരിക്കണം അല്ലേ ഓഫീസ് റൂം. വേറെ ഒരു അൺനെസസറി ഫേർണിച്ചേഴ്സും ഇല്ല. ഇരിക്കാൻ വേറെ രണ്ട് കൗച്ച് ഉണ്ട്, നല്ല ലൈറ്റ്സും സൂപ്പർബ് നോ. ഇത് കണ്ട ഈ ലൈറ്റ് തിരിച്ചവർ പ്ലാന്റിലേക്ക് ഫോക്കസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഡാഡി നമുക്ക് ഇങ്ങനെ ചെയ്യാം ഡാഡി. പ്രിയനെ ഏൽപ്പിച്ചാൽ മതി ഡാഡി. ഞാൻ ചെയ്യാം ഡാഡി, പ്ലീസ് ഞാൻ ചെയ്യാം. പ്രിയ, ഇത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എടുക്കണം. നമുക്ക് ഉടനെ ആവശ്യം വരുന്നതായിരിക്കും. ഏതൊരു റൂം ഡിസൈൻ ചെയ്യണ്ടേ? ഏതിന്റെ ഒരു റൂം നല്ല ഭംഗിയിൽ ഡിസൈൻ ചെയ്യണ്ടേ? ഇവിടുത്തെ ഐക്യയിൽ കാണാൻ മാത്രമല്ല ഒരുപാട് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. എന്തൊക്കെ വാങ്ങിയെന്ന് നാളത്തെ വ്ളോഗിൽ അറിയാം. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണുന്നവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി.